ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് നല്ല ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് മുളകിട്ടെടുക്കാം. അത് നമ്മളിത് ആ ചെമ്പല്ലി നന്നായിട്ട് കല്ലുപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇത് ഏകദേശം ഒരു കിലോനോളം ഉണ്ട്. പിന്നെ അത് അതിലേക്കായിട്ട് നമ്മളിത് ഒരു മീഡിയം സൈസുള്ള 2 തക്കാളി ചെറുതാക്കി നന്നായിട്ട് അരിഞ്ഞു വെച്ചതാണ്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി കേട്ടോ, വലിയുള്ളി എടുക്കരുത്, ചെറിയ ഉള്ളി, ഒരു കൈപ്പിടിയോളം ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതാ കുറച്ച് ഉലുവ നമ്മൾ ഉലുവപ്പൊടി ചേർക്കുന്നില്ല, ഉലുവ ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഉലുവ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇഞ്ചി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. നന്നായിട്ട് വഴണ്ടി വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വാടി വരാൻ വേണ്ടി, പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ, ബാക്കി നമുക്ക് പിന്നെ മീൻ ചേർത്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കണ്ടേ, വെല്ലുള്ളി ചേർത്ത് കൊടുക്കരുത്. പിന്നെ നമ്മളെപ്പോഴും മുളകൊക്കെ ഇട്ട് മീൻ കറി വെക്കുമ്പോൾ നല്ലത് ചെറിയുള്ളിയാണ്. വെല്ലുള്ളി ചേർക്കുമ്പോൾ ഒരു വെള്ളം പോലെ ഇങ്ങനെ ഉണ്ടാകും. ചെറിയുള്ളി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി. ഇത് അധികം അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്. നമ്മൾ കാശ്മീർ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, സാധാ മുളക് പൊടിന് പൊടിച്ച മുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം കളറും എരിവൊക്കെ മുളക് പൊടിയാണ്. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണ്ട. ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടിൻ്റെ ഒക്കെ ഒന്ന് പച്ചമണം മാറി നന്നായിട്ട് മൂത്ത് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണേ. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. മല്ലിപ്പൊടി ഒന്നും ചേർക്കണ്ട, മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പച്ചമുളക് ഇട്ടുകൊണ്ട് ഒരു അത്യാവശ്യം ഒരു എരിവുണ്ടാവും. നന്നായിട്ട് പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടിയൊക്കെ നന്നായിട്ട് ഇതാ മൂത്ത് വരുന്നുണ്ട്. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഇപ്പം എല്ലാ സ്ഥലത്തും നന്നായിട്ട് പുഴമീനൊക്കെ കിട്ടുന്നൊരു സമയമാണ്. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് തക്കാളി ഒന്ന് വെന്തിട്ടൊന്ന് ഉടയണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പുഴമീൻ ഇങ്ങനെ വറ്റിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ എപ്പോഴും വറുത്തൊക്കെ അല്ലേ കഴിക്കുക, ഇങ്ങനെ കഴിക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ചപ്പാത്തീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. തക്കാളി ഇട്ട പാടെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. തക്കാളി നന്നായി വാടി വരുമ്പോഴേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ നല്ല അത്യാവശ്യം പുളി ഉണ്ടാവും. നല്ല കുറച്ച് പുളിയുള്ള ഒരു പുളിയാണ് ചെറുതെടുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് തക്കാളിയൊക്കെ ഒന്നും കൂടെ വെന്തുടഞ്ഞു വരണം. ഈ പുളി നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങും. എന്നിട്ട് നമുക്ക് മീൻ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഉപ്പും എരിവും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പം അതുവരെ നമുക്കൊന്ന് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് തിളച്ച് കുറുകി വരണം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പും എരിവൊക്കെ നോക്കണം. അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം. നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് നമ്മളിതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കണം.
അതിലേക്ക് ആവശ്യത്തിന് പുളിയും ഉപ്പും എല്ലാം നന്നായിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മൾ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കണേ. നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അതിൽ ഉപ്പ് എരിവൊക്കെ കറക്റ്റാണ്. ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പും എരിവും മീൻ പുളിയും എല്ലാം ചേർത്ത് ഉണ്ട്. കൊടുക്കാം. നമ്മളെല്ലാം മീനും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉടയാണ്ട് ഇളക്കി കൊടുക്കണേ. പെട്ടെന്ന് ചിലപ്പോൾ ഉടഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ഉടയാണ്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ സ്ഥലത്തേക്കും മുളകും പുളിയൊക്കെ നന്നായിട്ട് എത്തണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ പാകത്തിന് ആവശ്യത്തിന് നേരത്തെ ഒഴിച്ച വെള്ളം കുറച്ച് കുറുകി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിതിലേക്ക് ബാക്കി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. വറ്റിച്ച് വെക്കുന്നതുകൊണ്ട് കുറച്ച് വെള്ളം മതി. ഇതാ നമ്മളിതിൻ്റെ ഒരു പകുതി കപ്പിലൊരു നേരത്തെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിരുന്നു. ചെറിയ കപ്പാണ്. ഇതിൻ്റെ ഒരു പകുതി വെള്ളം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര വെള്ളം മതിയാവും. നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായി മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ചാറ് വേണ്ടവർക്കാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞങ്ങൾക്ക് ചാറ് വേണ്ടാത്തതുകൊണ്ട് കുറച്ച് കുറുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് പെട്ടെന്ന് വെന്തിട്ടോ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെന്തുടഞ്ഞു പോവരുത്. അതിന് മുമ്പ് തന്നെ നമ്മൾ എടുക്കണേ. അവിടെ കറി ഇതവിടെ നന്നായിട്ട് തിളച്ച് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ മേലെ തൂക്കി കൊടുക്കുക. നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട്. കറി തിളയ്ക്കുമ്പോൾ ഒഴിച്ച് കൊടുക്കരുത്. അപ്പോഴൊരു വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഉണ്ടാക്കി ഒരു വട്ടെങ്കിലും പഴച്ചമ്പലി കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇവിടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. വീഡിയോ കാണുമ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുപോലെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.